162 യാത്രകളാണ് വിവിധ സംസ്ഥാനങ്ങളിലൂടെ പ്രധാനമന്ത്രി നടത്തിയത്. 14 വിദേശ യാത്രകൾ നടത്തി. പക്ഷേ എന്നിട്ട് ഈ മണിപ്പൂരിന് തൊട്ടടുത്ത് കിടക്കുന്ന അരുണാചൽ പ്രദേശിലും ആസാമിലും അടക്കം പോയിട്ടും എന്തുകൊണ്ടും മണിപ്പൂരിൽ പോയില്ല? അവിടുത്തെ ജനതയോട് ആത്മവിശ്വാസത്തോടെ രണ്ട് വാക്ക് സംസാരിക്കാൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് സമയമില്ലേ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഏതായാലും ഈ സംഘപരിവാറിൻ്റെ അജണ്ടയൊക്കെ അതിൻ്റെ പുറകിൽ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നത് കൂടുതൽ വ്യക്തമാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് പ്രധാനമന്ത്രിയുടെ അങ്ങോട്ടേക്ക് പോകാതിരിക്കുന്ന ഈ നടപടി. ഏതായാലും അതൊരു വലിയ ചർച്ചയായി മാറുക തന്നെയാണ്. ഇതിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് അതിന്റെ പരസ്യപ്രചരണം അവസാനിക്കുന്ന ദിവസം കൂടിയാണ്. മെയ് 7 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 94 മണ്ഡലങ്ങളിലാണ് വിധിയെഴുത്തുണ്ടാവുക. വിവരങ്ങളുമായി സ്വാതി ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നമുക്ക് നോക്കാം ഏതൊക്കെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളടക്കമാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പിലേക്ക് പോവുക എന്ന്. സ്വാതി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. സ്വാതി, 10 സംസ്ഥാനങ്ങൾ, 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 94 മണ്ഡലങ്ങൾ. ഇതാണ് മൂന്നാം ഘട്ടത്തിന്റെ ഒരു കണക്കിലെ ചിത്രമെന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ന് പരസ്യപ്രചരണം അവസാനിക്കുകയാണ്, മറ്റന്നാൾ വോട്ടെടുപ്പ്. എന്താണ് ആത്മവിശ്വാസം, മുന്നണികളുടെ പ്രതീക്ഷകൾ, കാര്യങ്ങളൊക്കെ? എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പിൽ 94 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് വിധിയെഴുത്തുണ്ടാകുന്നത്. 1ഉം 2ഉം ഘട്ടങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ. അതുപോലെ തന്നെ മൂന്നാം ഘട്ടത്തിലും വാശിയേറിയ പ്രചാരണങ്ങളൊക്കെ തന്നെയും നടക്കുകയാണ്. ഇന്നെന്തായാലും പരസ്യ പ്രചാരണം അവസാനിക്കാനിരിക്കുകയാണ്. മെയ് 7, അതായത് മറ്റന്നാളാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. വിവിധ പാർട്ടികൾ ആവേശത്തോടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലൊക്കെ തന്നെയും പങ്കെടുക്കുന്നുണ്ട്. നമുക്കറിയാം, ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും ബീഹാറിലാണ് ചെറിയ തരത്തിലെങ്കിലും സംഘർഷാവസ്ഥയൊക്കെ ഉണ്ടായത്. അവിടെ നിന്നും ബീഹാർ, മണിപ്പൂരിലൊക്കെയാണ് സംഘർഷമുണ്ടായത്. എന്നാലും മൂന്നാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വലിയ തരത്തിലാണ് ജനങ്ങൾ എല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ചും മോദിക്കെതിരായ വലിയ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നു. BJPക്കെതിരെ വലിയ പരാതികൾ ഉയരുന്ന ഒരു സമയം കൂടിയായിരുന്നു ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും. മൂന്നാം ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ വിവിധ മണ്ഡലങ്ങളിൽ വിധിയെഴുത്തുണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ ഉള്ളത് ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ 26 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പാണ് നടക്കുന്നത്. രണ്ടാമതായി കർണാടക വരുന്നുണ്ട്. കർണാടകയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും വലിയ വിവാദ പരാമർശങ്ങളൊക്കെ തന്നെയും കർണാടകയിലെ BJPക്കെതിരെ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. രേവണ്ണയുടെയൊക്കെ ലൈംഗിക ആരോപണ പരാതികൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ BJP നേരിടുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുതന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അതൊക്കെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് കൂടി നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. പിന്നീട് നടക്കുന്നത് പശ്ചിമ ബംഗാളിൽ എന്തായാലും 4 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അസമിലും ബീഹാറിലും ഛത്തീസ്ഗഡിലും ഗോവയിലും വിവിധ മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും പോളിംഗുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോളിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട് വലിയൊരു കുറവ് കാണുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനടക്കം ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്. 66% ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും പോളിംഗ് ശതമാനം. എന്തായാലും മൂന്നാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ പോളിംഗ് ശതമാനത്തിലൊക്കെ എത്രത്തോളം വ്യത്യാസം ഉണ്ടാകും എന്നുള്ളത് നോക്കിക്കാണണം. മാത്രമല്ല, ഈ പ്രചരണ പരിപാടികളൊക്കെയായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രചാരണ റാലികളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് വിദ്വേഷ പരാമർശങ്ങളൊക്കെ നടത്തിയൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ BJPക്ക് വലിയ തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന ഒരു ഘട്ടം കൂടിയാണ് മൂന്നാം ഘട്ടം എന്ന് പറയുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കും, ആർക്കൊപ്പം വിധിയെഴുതും എന്നൊക്കെ നോക്കിക്കാണേണ്ട ഒരു സാഹചര്യമാണ് മനു. ശരി, നോക്കാം. ഏതായാലും മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോവുകയാണ്. 10 സംസ്ഥാനങ്ങൾ, 2 കേന്ദ്രഭരണ പ്രദേശങ്ങളടക്കം 94 മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ന് പരസ്യപ്രചരണം അവസാനിക്കുകയാണ്. വിവരങ്ങളാണ് സ്വാതി നൽകിയത്.